നസീമ, ഇന്നാമത്തെ പൂവിന്റെ കാശ് വാങ്ങിക്കോളൂ. വേണ്ട. എന്തിനാ നീ കരയുന്നത്? സത്യത്തിൽ നസീമാണ് ഇത് കാരണം. ആ പെണ്ണ് അന്യപുരുഷന്മാരോട് അടുക്കുന്നതോ സംസാരിക്കുന്നതോ ജബ്ബാർക്കാർ സഹിക്കില്ല. അവന്റെ ആരായി പെൺകുട്ടി? മുറപ്പെണ്ണ ജബ്ബാർക്കാർ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണ്. അവൾക്കാണെങ്കിൽ അവന്റെ പുറത്ത് നിങ്ങളുടെ പണിക്കാർ ഒന്ന് നിൽക്കുന്നു. ഇങ്ങോട്ടാരും വരണ്ട, ഞാൻ പറഞ്ഞു വിട്ടേക്കാം. തും ലോഗ് കാം പർ ജാओ. എന്തിനാ കരയുന്നേ? ഇത് സാരമില്ല. ഉണ്ട്, കയ്യിലെ തണ്ടല് പൊട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? പോയിക്കളി. എങ്ങനെയുണ്ട്? വേദനയുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. ഞാനും ഭാവിയുടെ ഇക്കാക്കിക്ക് ഞാൻ കാരണമല്ലേ പറ്റിയത്. നസീമ, അങ്ങനെ പറയരുത്. ഒരു വലിയ ആപത്ത് ഈ നിലയിൽ ഒഴിഞ്ഞെന്ന് കരുതിയാൽ മതി. ഞാനൊന്ന് പോയി. നീ ചെല്ല്, ഉറങ്ങാണെങ്കിൽ വിളിക്കണ്ട. ഇന്ന് പൂ വെക്കാൻ പോയില്ലേ? സുലേഖ പറഞ്ഞു കേട്ടപ്പോ നിങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ജബ്ബാർ ഖാൻ അവിടെയല്ലേ താമസം? എന്റെ ബാബുജി ഞാനും അവിടെയാണ് താമസം. സാബിനെ ഞാൻ കൊണ്ടുപോകാം. സാബല്ല, ജബ്ബാർ എന്നാ എന്റെ പേര്. ജബ്ബാർ. ഭാബി, ഞാൻ പോട്ടെ. കാപ്പി വേണ്ട. റഹീം എഴുന്നേറ്റില്ലേ? ഇല്ല. സുലേഖ, എന്റെ സൂട്ട് കേസിന്റെ മുകളിൽ ഒരു ഡയറി ഇരിപ്പുണ്ട്, അതെന്നെടുത്ത് തരും. ഇന്നലെ എഴുതിയില്ല. ഈ കയ്യിൽ വെച്ചാ എഴുതാൻ പോകുന്നത്? ഞാനല്ല, നീ. പത്രാധിപർക്ക് എഴുതി, ഈ തവണ പട്ടണിപ്പാട്ടില്ല, പകരം തരുന്നൊരു പ്രേമകാവ്യം. തടാകത്തിൽ കണ്ട താമര ദളം വിടർത്തി നിറം പകർത്തി എന്റെ മനസ്സിൽ വിരിഞ്ഞു. തീർന്നു. ഏതാണ് താമര? നാളെ പറയാം. നിനക്ക് ഇക്കാക്ക ഉടപ്പുറപ്പാണെങ്കിൽ എനിക്ക് ബന്ധുവാണ്. ഞാൻ വല്ലതും പറഞ്ഞാൽ ഇവിടെ വന്ന് താമസിക്കുന്നതിലുള്ള വിഷമം കൊണ്ടാണെന്ന് കരുതും. ഞാൻ എങ്ങനെയാ പറയുന്നത്? ഇല്ലെങ്കിൽ അതുകൊണ്ടുള്ള വിഷമം നമുക്കാ. നാട്ടിലുണ്ടല്ലോ നല്ല പെൺകുട്ടികള്, പൊന്നും പണവും വേറെയും കിട്ടും. അതിലൊന്നിനെ കിട്ടാതെ ഇവിടത്തെ ഈ ചാളയിൽ കയറണോ? ആളുകൾ ഇപ്പോൾ തന്നെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്നെ കുറിച്ചാവും. ജപ്പാൻ, നിങ്ങൾ പഠിപ്പുള്ള ആളാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം. നമ്മൾ ഈ അന്യനാട്ടിൽ വന്നിട്ട് ഇത് അന്യനാടല്ല. എന്നാലും ഈ പ്രദേശത്തുകാരോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സ്നേഹിക്കുന്നത് ഒരു അപരാധമാണ്. കുറ്റം എല്ലാ രാജ്യത്തും ഒരുപോലെയാണ്. ശിക്ഷയ്ക്കല്ലേ വ്യത്യാസമുണ്ട്.
നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ പറയും, ഞാൻ ഇറങ്ങിത്തരാം. എന്നാലും എന്റെ മനസ്സ് ഈ തടാകത്തീരത്ത് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ദോഷം വരുത്താൻ ഞാനിവിടെ നിൽക്കില്ല. ഇക്കാക്ക പോകരുത്, പോകരുത് ഇക്കാക്ക, പോകരുത്. സാബെന്താണ് ഈ വഴിക്ക്? നിന്നെ കാണാൻ. കോൺ? नमस्ते साहब, इधर इंदर बाबा. बाबा, यही है वो आदमी जिसके बारे में बोली थी ना? आओ बेटे, अंदर आओ. अभी वक्त नहीं, फिर कभी. आप एक मदद करेंगे? क्या चाहिए बेटे, बोलो. मुझे नाला पार करने के लिए एक शिकारा चाहिए. बेटी, साहब को नाला पार छोड़ के आओ. अच्छा बाबा, आओ. इसको लेकर कहां जा रही है? उस तरफ घर छोड़ने के लिए. तुम क्यों जाती हो? शिकारी लेके जाएगा. जब्बर, उनको घर छोड़ने के लिए नसीमा को मैंने ही बोला था. मामा, गांव वाले से गलत समझेंगे. अगर तुम गांव वालों की बात मानोगे तो नसीमा से शादी मत करो. नसीमा मेरी बेटी है, कोई गलत काम नहीं करेगी. बेटी, तुम साहब को पार छोड़ के आओ. ഒറ്റക്കിരുന്ന് മടുക്കുമ്പോൾ നിന്നെ കുറിച്ച് ഓർക്കും. നിന്നെ കാണാനാവും കൊതി. കണ്ടില്ലെങ്കിൽ അതിന്റെ വേദന നിനക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യും? എപ്പോഴും അങ്ങോട്ട് വരാൻ എനിക്ക് പറ്റില്ല. എന്റെ വേദന പറയാൻ എനിക്കറിയില്ലല്ലോ. സുലേഖയ്ക്കും അലിയനും നമ്മുടെ കാര്യം അറിയാം. ഇവിടെയും പലർക്കും അറിയാം. ഇനി നാം സൂക്ഷിക്കണം. എങ്ങനെ? എനിക്കറിയില്ല. രാത്രിയിൽ ഞാൻ വിളിച്ചാൽ നീ വരുമോ? വീട്ടിൽ വന്നിട്ടോ? അല്ല, ഇക്കരെ വന്നിട്ട്. ഇവിടെ നിന്ന് വിളിച്ചാൽ ഞാൻ കേൾക്കുമോ? സ്നേഹമുണ്ടെങ്കിൽ. ജബ്ബാർ, എന്ത് ഞാൻ സഹിക്കും? എന്നെ സംശയിച്ചാൽ നസീമ, നിന്റെ സംശയത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ആകാശത്ത് എത്ര ഉയരത്തിൽ പറക്കുന്ന പറവയ്ക്കും ഭൂമിയിലുള്ള അതിന്റെ ഇണയെ വിളിക്കാം. എത്ര ദൂരത്തായാലും മൃഗങ്ങളും മത്സ്യങ്ങളും ശബ്ദം കൊണ്ട് അതിന്റെ ഇണയെ ക്ഷണിക്കും. ആ ശബ്ദം മറ്റാരും കേൾക്കില്ല. അത് മറ്റൊരു ചെവിയിലും പതിയില്ല. സ്നേഹമുള്ള മനസ്സേ അതറിയൂ. സംശയമുണ്ടെങ്കിൽ ഇന്ന് ഞാൻ തെളിയിക്കാം. വരട്ടെ.
എവിടെ പോയിരുന്നു? ഞങ്ങൾ വല്ലാതെ പേടിച്ചു. എല്ലാം തണുത്തു കാണും. വരൂ കഴിക്കാം. നീ എന്തിനാ ഇവിടെ വന്നത്? ഭാബിയോട് ചോദിക്കാം. ഇക്കാക്ക എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞയക്കണം. എന്തുണ്ടായി? ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും എനിക്കൊരു പേടി. നിന്റെ ഇക്കാക്ക എവിടെ? എവിടെയാ പൂക്കളുണ്ട്? അവിടെ. അങ്ങോട്ട് പോവാ. ഞാനൊന്ന് തുഴഞ്ഞു നോക്കട്ടെ. ഇന്നാ അറിയാമല്ലോ. പിന്നെ നാട്ടിലെ കൊച്ചുവെള്ളം തുഴഞ്ഞുള്ള ശീല. എങ്കിൽ ഇവിടെ ഇരുന്ന് നിങ്ങൾ തുഴഞ്ഞുള്ളൂ.
कभी नहीं सोचा कि तुम यहाँ तक आओगी। सावी, मेरी बात सुनो। नहीं, अब तू मेरी बात सुन। आज से उसे मिलना बंद। सावी, तुम मेरी कसम खाओ, आज से तुम उसे फिर नहीं मिलोगे। नहीं तो मेरी दोस्त, इस मिट्टी में खून बहेगा। ये सच है। कहाँ गई थी? तेरी भाभी, आज से गुमनाम न बंद। भाईजान, हमारी फिक्र आप क्यों करते हैं? चुप! मैं नसीमा को बोल रहा हूं, वो तो मेरी होने वाली बीवी है। സാബ്, അക്കരെ പോന്നു സാബ്, ഞാൻ കൊണ്ടുപോയി വിടാം. ഞാൻ കയറണം സാബ്. കയറണം സാബ്. ആരെ കാണാനെന്നും എനിക്കറിയാം. ഇത് കണ്ടോ, ഞങ്ങളുടെ ഉപ്പും ചോരയുമാണ് ഈ നീര്. സന്ദർശകരെന്ന് പറഞ്ഞ് ഇവിടെ എത്തുന്നവർ ഇത് വൃത്തിയോടാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതിൽ തുപ്പി അഴുക്കാക്കിയാൽ ഞങ്ങൾ പൊറുക്കില്ല. സാബിറ, എന്റെ കൂട്ടുകാരി പാവമാണ്. നസീമയെ ഇനി കാണരുത്.
करवाया। हाँ, मैंने ही किया था। उस बेचारे को मारने से तुम्हें क्या मिला? तुम समझते हो कि नजीमा तुमसे शादी करेगी? वो कभी नहीं करेगी। क्या बोली तुम पगली? नसीमा मेरी है, नसीमा को मैं ही चाहता हूँ। साबी, अगर वो मुझे नहीं मिली तो मैं अभी जिंदा है, ले जा। फिर कभी इसने हम कदम रखा तो इसकी लाश इस जेल की गहराई में पड़ी मिलेगी।